ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് കേൾക്കുന്ന ഈ ഓരോ വചനവും നമ്മുടെ ഹൃദയത്തിൽ നൂറുമേനി ഫലം പുറപ്പെടുവിക്കാൻ ഇടയാകട്ടെ. ഹൃദയം തുറന്ന് നമുക്ക് ഈ ഡെലിവറൻസിൻ്റെ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനം നമ്മിലേക്ക് ഒഴുകട്ടെ. ബന്ധനം മുഴുവൻ അഴിഞ്ഞു പോട്ടെ. കർത്താവിൻ്റെ സ്നേഹം, പുൽക്കൂട്ടിൽ പിറന്ന ഈശോ നമുക്ക് നൽകുന്നൊരു സ്നേഹമുണ്ട്. ദൈവം എവിടേക്ക് വരാനും തയ്യാറാണ്. കർത്താവ് നീ ആയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്ന് നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. അപ്പോൾ ആ ഈശോയെ നീ വിളിക്കുക. കർത്താവ് എൻ്റെ ഇടയ്ക്കിലേക്ക് വരണേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ, എൻ്റെ പ്രയാസങ്ങളിലേക്ക് വരണമേ, എൻ്റെ കണ്ണുനീരിലേക്ക് വരണമേ. നീ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. തിരുവചനത്തിൽ നമ്മളെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഈ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ മുറിവുകളും വിഷമങ്ങളെല്ലാം ഒരു നിമിഷം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. വല്ല ഭയഭക്തിയോടെ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12-13 വചനം. കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈ വചനത്തോ കേട്ടുകൊണ്ട് നമുക്ക് കർത്താവെ, അങ്ങയുടെ വചനം, അങ്ങയുടെ ഈശോ തന്നെ വചനമാരാണ്. കർത്താവ് അങ്ങയുടെ വചനം, അത് ഈശോയാണ് സുഖപ്പെടുത്തുന്നത്. ഈശോ സുഖപ്പെടുത്തും, നമ്മുടെ ബന്ധനം അടിക്കും. ഈശോയാണ് സുഖപ്പെടുത്തുന്നത്. അത് വിശ്വസിച്ച് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഒരു സാക്ഷ്യം ഈ സമയത്തൊന്ന് വായിച്ച് ദൈവത്തെ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരാൾ എഴുതിയിരിക്കുകയാണ്, റോജി എന്ന് പറയുന്നൊരു മകൻ്റെ സാക്ഷിയാണ്. എൻ്റെ ഡാഡിക്ക് ലഭിച്ച വിടുതലും സൗഖ്യവും ഞാൻ സാക്ഷ്യപ്പെടുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഡാഡിക്ക് ബ്രെയിൻ സംബന്ധമായ 2 വലിയ ഓപ്പറേഷനുകൾ വേണ്ടി വന്നു. തലച്ചോറിൽ ബ്ലീഡിങ്ങും രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഓപ്പറേഷനെ തുടർന്ന് ICUവിലായിരുന്ന ഡാഡിയുടെ സ്വഭാവത്തിൽ വിചിത്രമായ മാറ്റം പ്രകടമാകാൻ തുടങ്ങി. എല്ലാവരോടും വലിയ ദേഷ്യം, ഉച്ചത്തിൽ ചീത്തവാക്കുകൾ പറയുക, എല്ലാ കാര്യങ്ങളും നിരസിക്കുക. മാത്രമല്ല, ബഹുമാനപ്പെട്ട വൈദികർ വിശുദ്ധ കുർബാനയുമായി വന്നപ്പോൾ പോലും നിഷേധിക്കുകയും കുർബാന വേണ്ടാന്ന് പറഞ്ഞ് ബഹളം വെക്കുകയും ഒച്ചയെടുക്കുകയും ചെയ്തു. ഇതോടെ ഞങ്ങളെല്ലാവരും വലിയ വിഷമത്തിലായി. മരിയൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥനാ സഹായത്തിനായി വിളിച്ച് പറഞ്ഞിട്ട് മെയ് 1-ാം തീയതിയിലെ ആദ്യ ശനിയാഴ്ച കൺവെൻഷനിൽ ഞങ്ങൾ ഓൺലൈനിലൂടെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദ്വിവികാരനെ ആരാധനയുടെ സമയത്ത് ഡാഡി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഞാനും ഭർത്താവും മൊബൈലിലെ സ്ക്രീനിൽ കാണുന്ന ദ്വിവികാരണത്തിൽ 3 തവണ ഫോട്ടോ മുട്ടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതായത് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഈ അപ്പൻ്റെ ഫോട്ടോ എടുത്തിട്ട് ദ്വിവികാരനെ ആരാധന നടക്കുമ്പോൾ ഓൺലൈനിൽ ടെലിവിഷൻ സ്ക്രീനിൽ ആ കുർബാനയിലേക്ക് മുട്ടിച്ചുകൊണ്ട് അവർ പറഞ്ഞ് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ആരാധനയുടെ സമയത്ത്, ആദ്യ ശനിയാഴ്ച ആരാധന സമയത്ത് ഒരു പറയുന്ന അച്ഛന് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, തലച്ചോർ സംബന്ധമായ ഓപ്പറേഷൻ കഴിഞ്ഞ് ICUവിൽ കിടക്കുന്ന ഒരു രോഗിയുടെ അടുത്തേക്ക് ഈശോ കടന്നുചെന്ന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേട്ടപ്പോൾ എൻ്റെ ഡാഡിക്കാണ് സൗഖ്യം ലഭിച്ചതെന്ന് ഞങ്ങൾ ഉറച്ചങ്ങ് വിശ്വസിച്ചു. ഈശോ വലിയ അത്ഭുതമാണ് ആ സമയത്ത് പ്രവർത്തിച്ചത്. ആ നിമിഷം മുതൽ അവർ പറഞ്ഞു, ആ നിമിഷം മുതൽ ഡാഡി വളരെ ശാന്തനായി, നോർമലായി, സൗഖ്യപ്പെട്ടു. പരസഹായമില്ലാതെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വിധം, പരസഹായമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വിധം പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. മാത്രമല്ല, ഹോസ്പിറ്റലിൽ പോകുന്നതുവരെ നല്ല മദ്യപാനിയായിരുന്നു ഡാഡി. ഈ സൗഖ്യത്തിന് ശേഷം ഒരിക്കലും മദ്യപിച്ചിട്ടില്ല. ഈശോ നൽകിയ വിടുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഒക്കെ ഈശോയ്ക്ക് നന്ദി പറ. ആ അത്ഭുതത്തിൽ കാണവേ, അതായത് അവർ വിശ്വാസം, ആ കുടുംബത്തിൽ വിശ്വസിക്കുന്നു, ഈ ദിവ്യകാരണത്തിലിരിക്കുന്ന ഈശോയിൽ വിശ്വസിക്കുന്നു, ഈശോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അവരതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന അപ്പൻ്റെ ആ ഫോട്ടോ എടുത്ത്, ആ അവസ്ഥയിൽ കിടക്കുന്ന ഫോട്ടോ എടുത്തിട്ട് കൊണ്ട് മുട്ടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആ സമയം, അപ്പോൾ അവർ ആ നിമിഷം വരെ വളരെ വയലൻ്റായിട്ട്, വളരെ അസ്വസ്ഥനായിട്ട്, തലച്ചോർ സംബന്ധം സീരിയസ് പ്രശ്നമാണല്ലോ. അപ്പോൾ അത് ആ നിമിഷം അവർ പറയണത് ശാന്തനായി, ആൾ വിടുതൽ പ്രാപിച്ചു. അവർക്ക് അനുഭവമാണ്, അവരുടെ അനുഭവമാണ്. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് പരിശുദ്ധ കുർബാനയിലിരിക്കുന്ന ഈശോ നമ്മെ സുഖപ്പെടുത്തും ദൈവമാണത്. സങ്കീർത്തനത്തിൽ 37-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനം. ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകണ്ട, ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട. അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും, സസ്യം പോലെ വാടുകയും ചെയ്യും. കർത്താവിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും.
നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടെ നോക്കിക്കൊള്ളും. അതേ പ്രിയപ്പെട്ട സഹോദരൻ, നിൻ്റെ ജീവിതം കർത്താവിനെ ഏൽപ്പിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ കാരണം മറ്റൊന്നുമല്ല, അവർ ദൈവത്തെ അല്ല ആശ്രയിക്കുന്നത്, അവരിലാണ് ആശ്രയിക്കുന്നത്. അവരുടെ ബുദ്ധി, അവരുടെ കഴിവ്, അവരുടെ ചിന്തകൾ, അവരുടെ ആലോചനകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. മറ്റുള്ളവരാണ് അവരെ നോക്കുന്നത്. മറ്റുള്ളവർ കാരണമാണ് എല്ലാ ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണം. അവരെന്നോട് സഹകരിക്കാത്തതുകൊണ്ട്, അവരെന്നെ തെറ്റിദ്ധരിച്ച്, അവരെന്നെ ഉപദ്രവിച്ചു, ഒന്നുമില്ല. അതുതന്നെയാണ് പ്രശ്നം. അതാണ് നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ട് നമ്മുടെ കർത്താവ് ജീവിക്കും ദൈവമാണ്, ഇന്നും ജീവിക്കും ദൈവം. ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലും നൽകിക്കൊണ്ട് സഭയെ രക്ഷിക്കുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന, എല്ലാ ബന്ധനങ്ങളും മോചിപ്പിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ വരണം. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇറക്കി വെക്കാനും മനസ്സ് തുറന്ന് കണ്ണുനീരൊഴുക്കി നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ അത്ഭുതമുണ്ടാകും. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 16:31 ആകയാൽ യേശുവിൽ നീ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഈശോ ഇന്നും അത്ഭുതം പ്രവർത്തിക്കും. ഇന്നും അടയാളങ്ങളും അത്ഭുതങ്ങളും ഡെലിവറൻസ് എല്ലാം തന്ന് നമ്മെ രക്ഷിക്കുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന നമ്മുടെ കർത്താവിനെ നമ്മൾ അറിയണം. ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ഓടി എത്തണം. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെ വചനം. അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, സഹോദരനായ സൗൾ, മാർഗ്ഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവ് യേശു നിനക്ക് വീണ്ടും കാഴ്ചകൾ ലഭിക്കുന്നു, നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു. ഉടൻ തന്നെ ചെതുമ്പില് പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകൾ നടന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ച് കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പൗലോസ്ലീഹായിക്കൊണ്ട് അനുഭവം. അവന് കർത്താവിൻ്റെ പ്രകാശം, അവന് കണ്ണുകൾ അന്ധമായിപ്പോയി. അപ്പോൾ അവൻ്റെ മേൽ അനന്യാസ് കൈവെക്കുമ്പോൾ കണ്ടോ, ഈശോ അനന്യാസിലൂടെ കർത്താവിൻ്റെ ആത്മാവ് പരിശുദ്ധമാണ്. കണ്ടോ, നമുക്കറിയാം ഗോസ്പൽ സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ വായിക്കുമ്പോൾ ഈശോയാണ് കൈവച്ച് പ്രാർത്ഥിച്ചതെങ്കിൽ ഈശോയുടെ ഉത്ഥാനത്തിൽ, ഈശോ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ കൈവച്ച് പ്രാർത്ഥിക്കണം. അതിന് കാരണം അവരിലൂടെ ഈ ആത്മാവ് പ്രവർത്തിക്കുന്നു, ഈ ആത്മാവ് അവരിലൂടെ ചരിക്കുക. അപ്പോൾ അനന്യാസ് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പൗലോസിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുന്നു, അവൻ എഴുന്നേൽക്കുന്നു. അവിടെ എല്ലാം ഈശോ പരിശുദ്ധ ദൈവം സ്പർശിക്കുന്നു. നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടാകണം. കർത്താവ് സ്പർശിക്കാതെ വേറെ ആരും സ്പർശിച്ചിട്ടും യാതൊരു കാര്യമില്ല. ദൈവം ഇടപെടാതെ വേറെ ആരിടപെട്ടാലും നിൻ്റെ പ്രശ്നങ്ങൾ തീരത്തില്ല. അത് വിശ്വസിക്കുക. അതുകൊണ്ട് ദൈവത്തെ വിളിക്കുക, മനമൊരുക്കി പ്രാർത്ഥിക്കുക. ദൈവത്തെ വിളിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യകാരണം എന്താണെന്ന് നീ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് നീ മനമൊരുക്കി പ്രാർത്ഥിക്കുക. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വചനമുണ്ട്. അതിനാൽ നിൻ്റെ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരുപക്ഷേ നിൻ്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും. നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശിവൻ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ പറയണം, നിൻ്റെ ഹൃദയം ശുദ്ധമാകണം, നീ അനുദപിക്കണം, നീ മനസ്സൊന്ന്, നീ കടുത്ത വിദ്വേഷക്കണം, അസൂയൊക്കെ എടുത്ത് കളയണം നീ. അപ്പോഴാണ് നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന അനുഭവം ഉണ്ടാകുക. അത് വലിയ കാര്യമാണത്. നിൻ്റെ ഉള്ളിൽ നിന്ന് സ്വാർത്ഥത, അഹന്ത, വെറുപ്പ്, കാപട്യം, നുണ, പ്രതികാര ബുദ്ധി ഇതെല്ലാം എടുത്ത് കളഞ്ഞ് നീ എളിമപ്പെട്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ഇറങ്ങി വരുന്ന അനുഭവം ഉണ്ടാകും. ആ കർത്താവ് തൊടുമ്പോഴാണ് അങ്ങനത്തെ സംഭവം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതിനോട് വിശ്വസിക്കുക. അതുകൊണ്ട് ഈശോ സുഖപ്പെടും ദൈവം, നമ്മെ വീണ്ടെടുക്കുന്ന ദൈവം, നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നമ്മെ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മെ മനസ്സിലാക്കുന്ന, നമ്മൾ സ്വന്തമാക്കുന്ന, നമ്മുടെ കണ്ണുനീരൊപ്പം ദൈവമാണ്. എബ്രായ ലേഖനം 4:14 മുതൽ 16 വരെ സ്വർഗത്തിലേക്ക് കടന്നു പോയ ശ്രേഷ്ഠനായൊരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമുക്ക് വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്തൊരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമ്മൾ സമീപിക്കാം. അപ്പോൾ ഈശോയിലേക്ക് വരിക, അങ്ങനെ സമീപിക്കണം, ഈശോയിലേക്ക് ചെല്ലണം. നമ്മൾ പള്ളിയിലൊക്കെ പോകണം, നമ്മൾ കുമ്പസാരിക്കണം, നമ്മൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണം, നമ്മൾ
ധ്യാനമൊക്കെ ഒന്ന് ശരിക്കും ധ്യാനം വളരെ പ്രധാനപ്പെട്ട ധ്യാനം നമ്മുടെ അടിത്തറയാണ്. ധ്യാനം കൂടി മാനസാന്തരപ്പെടണം. വചനം കേട്ടാണ് മാനസാന്തരപ്പെടണം. ആരെങ്കിലും പറയുന്നത് കേട്ടുള്ള മാനസാന്തരമല്ല, ശരിക്കും ധ്യാനിച്ച് മാനസാന്തരപ്പെടണം. അപ്പോഴാണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്ന അനുഭവം ഉണ്ടാകും. എബ്രായ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 6-ും 7-ഉം വചനം അവിടുന്ന് വീണ്ടും പറയുന്നു, മെൽക്കിസെദെക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാതനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. ഈശോ ഇതെല്ലാം ഈ സഹനമെല്ലാം എടുത്തത് നമുക്ക് വേണ്ടിയാണ്, നമ്മെ വീണ്ടെടുക്കാൻ, നമ്മുടെ മുറിവ് ഉണക്കാൻ വേണ്ടി അവൻ മുറിവേറ്റത്. അവൻ്റെ മുറിവിലൂടെ സൗഖ്യം ഒഴുകുകയാണ്. ഇന്ന് ലോകത്തിൽ ഓരോ കുടുംബം ഓരോ മുറിവാണ്, പ്രശ്നങ്ങളാണ്, മനസ്സിൻ്റെ പ്രശ്നം, പല കുടുംബ പ്രശ്നങ്ങളും. അത് മനസ്സിനേറ്റ മുറിവുകളാണ്. ഒരുപാട് ചെറുപ്പക്കാർക്ക്, യുവാക്കൾ വളരെ ചെറുപ്പത്തിലെ പലതരത്തിലുള്ള ആന്തരിക മുറിവുകളുണ്ട്. മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന തിരസ്കരണം, അപ്പനിൽ നിന്നുണ്ടാകുന്ന തിരസ്കരണം, അമ്മയിൽ നിന്നുണ്ടാകുന്ന തിരസ്കരണം, അപ്പനിൽ നിന്നുണ്ടാകുന്ന തിരസ്കരണം, മകളിൽ നിന്നുണ്ടാകും, സഹോദരങ്ങളിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, പലയിടങ്ങളുണ്ടാകുന്ന മുറിവുകൾ, തിരസ്കരണങ്ങൾ, ക്രൂരമായ വാക്കുകൾ, ശാപവാക്കുകൾ, ഇതെല്ലാം വലിയ ആന്തരികമായ മുറിവുകളും വേദനകളും, വലിയ കടാര കൊണ്ട് ചങ്കിലോട്ട് കുത്തിക്കയറുന്ന പോലത്തെ ദുരനുഭവം, മറക്കാനാവാത്ത വേദനയായിട്ട് നിൽക്കുമ്പോൾ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വഴിത്തരയിൽ എല്ലാ കഴിവും ബുദ്ധിയും പ്രാപ്തിയും പണവും സ്വർണവും എല്ലാം ഉണ്ടെന്ന് കൊടുത്തു വിട്ടാലും അതൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ആന്തരിക മുറിവ്. നമ്മുടെ വിചാരം ഇരിക്കുന്നത് ഈ പണവും സ്വത്തും സമ്പത്തും ആരോഗ്യവും നല്ല വിദ്യാഭ്യാസവും ജോലിയും ഉണ്ടെങ്കിൽ കുടുംബം നന്നായിട്ട് പോകും. ഒരിക്കലില്ല. ആന്തരിക മുറിവുകൾ ഉണങ്ങില്ലെങ്കിൽ ഒരിടത്ത് അതുകൊണ്ട് ആ മുറിവ് ഉണങ്ങുന്നത് ഇത് മനുഷ്യ മുറിവ് പോലെ. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയാലോ അവനെ ആശുപത്രി ഡോക്ടറിൽ വെച്ച് മരുന്ന് കൊടുത്ത് കുറച്ച് നാളത്തേക്ക് ആ ശരീരത്തിന് കുറച്ച് നേരത്തേക്ക് വേദനയൊക്കെ മാറി, അല്ലെങ്കിൽ ക്ഷീണമൊക്കെ മാറി, അല്ലെങ്കിൽ കുറച്ച് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ പോലും കുറച്ച് നേരത്തെ ഒരു ആശ്വാസമൊക്കെ കിട്ടിയെന്ന് വരും. അപ്പോൾ ഒരു നിലനിൽക്കുന്നൊരു ഹീലിങ്, ആ ഹീലിങ് കാരണം ഈ മുറിവിൻ്റെ ഓരോ സ്നേഹം കിട്ടാത്തതിന് ആ സ്നേഹം ഏത് സൈക്കോളജിസ്റ്റിന് കൊടുക്കാം? ഫ്രണ്ട്സ് കൊടുക്കുന്ന സ്നേഹം ചിലപ്പോൾ അത് അതിര് കടന്ന് മ്ലേച്ഛതയുടെ സ്നേഹമായിട്ട് മാറി അത് വലിയ ആ മുറിവ് അല്പം കൂടെ ആഴപ്പെടുന്നതല്ലാതെ അതൊന്ന് കരകയറാൻ പറ്റാതെ വലിയ ചെളിക്കുഴിയിലോട്ട് താന്നു പോകുന്ന എത്രയോ ആളുകളെന്നുണ്ട്. അതുകൊണ്ട് ഈശോയുടെ എടുക്കുക. ഈശോ നമ്മുടെ കർത്താവിൻ്റെ തിരുമുറിവിലേക്ക് നമുക്ക് നോക്കിയിരിക്കാം. കർത്താവെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വചനം. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സദ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളുണ്ട്. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരും അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവനെ കിടക്കുന്നു. യേശു അങ്ങോട്ട് ചെല്ലുകയാണ്. അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞ, കർത്താവ്, വെള്ളം വിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? യേശു നമ്മളോട് നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? നിനക്ക് ആഗ്രഹമുണ്ടോ? അതൊരു ശൈലിയാണ്. പലപ്പോഴും പല ആളുകൾക്കും നിനക്ക് പാപത്തിൽ നിന്ന് കരകയറാൻ ആഗ്രഹമുണ്ടോ? നിനക്ക് വിശുദ്ധനാകാൻ ആഗ്രഹമുണ്ടോ? നിനക്കൊരു ദൈവമകനാകാൻ ആഗ്രഹമുണ്ടോ? നിൻ്റെ ബന്ധനങ്ങൾ അടിയാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഈശോ അനുഭവിക്കാൻ ആഗ്രഹമുണ്ടോ? ഈശോ ചോദിച്ചു. എല്ലാം അന്ധനോട് ചോദിക്കുന്നു, നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? അന്ധനോട് ഞാൻ നിനക്ക് എന്ത്? ദാവീദിൻ്റെ പുത്രാ, എനിക്ക് കനിയണമേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ അവനെ വിളിക്കാൻ പറഞ്ഞു. ഈശോ അവനെ വിളിക്കാൻ പറഞ്ഞു. അപ്പം അവനെ ഈശോയെ വിളിക്കുന്നവനെ ഈശോ വിളിച്ചടുത്ത് കൊണ്ടുവന്നിട്ട് ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഈശോ എന്തും ചെയ്തു തീർക്കാൻ തയ്യാറാണ്. അവനെ സഹായിക്കാൻ തയ്യാറാണ്. ഈശോ സഹായിക്കുന്ന ദൈവമാണ്. ഉപദ്രവിക്കുന്നില്ല, നമ്മളെ വീണ്ടെടുക്കാൻ ദൈവമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തതാണ് ചോദിക്കുന്നത്. അപ്പം ഇവിടെ അത് തന്നെയാണ്. അപ്പം നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങി. അപ്പോൾ ഈശോയോട് അവൻ പറയുന്നത് മറ്റൊരു വാക്ക് പറഞ്ഞു, ഈശോ ദൈവമാണെന്നോ കർത്താവെന്നോ. അവൻ പറയുന്നത്, ഇനി വെള്ളം ഇളകുമ്പോൾ എന്നെ എടുത്ത് നീ അവിടെ ഒന്ന് ഇറക്കണം. അവിടെ നീ ഒന്ന് എന്നെ സഹായിച്ച് എന്നെ എടുത്ത് എന്നെ ഒന്ന് ഇറക്കാവോ? എന്നെ അവിടെ ഒന്ന് ഇറക്കിത്തരാമോ?
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ആളുകളും നമ്മൾ ഒന്ന് സഹായിക്കാവോ, എനിക്ക് ഒന്ന് സഹായിക്കാം, എന്നെ അവിടെ വന്ന് കൊണ്ടുപോകാമോ, എനിക്കിന്ന് ചെയ്തു തരാമോ, ഒരു ജോലി മേടിച്ച് തരാമോ, അല്ല എൻ്റെ വിവാഹം ഒന്ന് ശരിയാക്കി തരാമോ, എൻ്റെ കടബാധ്യത മാറ്റി തരാമോ, എൻ്റെ ഒരു പ്രശ്നം ഒന്നും സഹായിക്കും. ഇങ്ങനെ സഹായത്തിനായിട്ട് നമ്മൾ പല ആളുകളോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും ആ സഹായം തരാതെ ചില അത്യാവശ്യ സാഹചര്യങ്ങൾ ചില എല്ലാവരും വാതിലടയ്ക്കുമ്പോൾ ഒരു വാതിൽ തുറന്ന് കിടപ്പുണ്ട്, ഒരു സഹായകൻ അവിടെ നിൽപ്പുണ്ട്. അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രം. അവനൊരിക്കലും നമ്മൾ ഉപേക്ഷിക്കില്ല, തിരിച്ചറിയണത്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ സഹായകനെക്കുറിച്ച് യേശു തന്നെ നമ്മൾ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 26-27, ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. യോഹന്നാൻ 14-ന്റെ 15, 16, 17 വചനത്തിൽ പറയുന്നുണ്ട്. ഇതെന്നെ പറഞ്ഞു യേശു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുക എന്നേക്കുന്നതിനോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായം നിങ്ങൾക്ക് സഹായത്തിന് തരും. ഈശോയോട് ചോദിക്കുന്നത് ബെത്സയിദാക്കുള്ളത്, അവന് സഹായിക്കാൻ ആരും കൂടാവോ, ഒന്ന് ഇറക്കാൻ, എൻ്റെ ഈ പ്രശ്നത്തിന് ഒന്ന് സഹായിക്കാമോ, വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. അവൻ ചോദിച്ചത് ഈശോ ദൈവത്തോട് തന്നെയാണ് ചോദിച്ചത്, എന്നെ സഹായിക്കുമോ, എന്നെ ഇങ്ങനെ സഹായിക്കുമോ, എന്നെ അങ്ങനെ സഹായിക്കുമോ. അവൻ്റെ ബുദ്ധി കൊണ്ടാണ് ചോദിക്കുന്നത്. ഈശോ സഹായിക്കുന്നത് അവൻ ചോദിച്ചതിനും വലിയ സഹായമാണ് കർത്താവ് കൊടുക്കുന്നത്. കർത്താവ് കൊടുക്കുന്ന സഹായം അതിനേക്കാളും വലിയ സഹായമാണ്. യേശുവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക, കാരണം ഞാൻ തന്നെയാണ് നിന്നെ സുഖപ്പെടുന്ന ദൈവം. ആ കുളത്തിൽ ജലമിളക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പം ഞാൻ തന്നെയാണ് ദൈവം. അവിടെ നിനക്ക് അങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതേപ്രിയപ്പെട്ട ആ ഈശോ ആ ഈശോ നമ്മുടെ അടുത്ത്. അപ്പം ഈശോ അവനെ സഹായിക്കുക, എഴുന്നേറ്റ് നിൻ്റെ കിടക്കെടുത്ത് പോകാൻ പറയാം. അവൻ ആ കിടക്കെടുത്തുകൊണ്ട് പോവുകയാണ് അവനെ. അപ്പോൾ അങ്ങോട്ട് നിനക്ക് വരാം. അതുകൊണ്ട് ദൈവം നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ ഇടയ്ക്കിലേക്കും ദൈവം വരും. നമ്മളായിരിക്കും നമ്മുടെ ഭവനത്തിലേക്ക് ഈശോ വരുമ്പോൾ ആഗ്രഹിച്ച് കാത്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, അവനെ കാത്തിരിക്കുന്നുണ്ട്, വരും. അപ്പോൾ ഇങ്ങോട്ട് നിനക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും ദൈവമാണ്. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. മനുഷ്യൻ സ്വർഗത്തിലേക്ക് അവൻ തിരച്ച് കയറി പോകാൻ പറ്റാത്തതുകൊണ്ട് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ ഈശോയാണ്. സ്വർഗം അതായത് ഫിലിപ്പി ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനോടുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ട് മരണം വരെ, അതെ കുരിശ് മരണം വരെ അനുസരണമുള്ളവൻ തന്നെ താഴ്ത്തി. അവനെ ഇറങ്ങോട്ട് വരും ദൈവം. മനുഷ്യൻ തന്നെ അങ്ങോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ദൈവം ഇങ്ങോട്ട് ഇറങ്ങുക. അതുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കും ദൈവമാണ്, നിത്യസഹായകനായ ദൈവം. ആ കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടില്ല. ആരെല്ലാം ഉപേക്ഷിച്ചാലും, അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ മകനോ മകളോ ആരുപേക്ഷിച്ചാലും നിന്നെ അവൻ ഉപേക്ഷിക്കില്ല. അത് തിരിച്ചറിയണം. ആ ദൈവമാണ് നിൻ്റെ ദൈവം, നിൻ്റെ സ്രഷ്ടാവ്, നിൻ്റെ കർത്താവ്, നിൻ്റെ സർവസ്വം. ആ ദൈവത്തിന് നിന്നെ മുഴുവനാട് സമർപ്പിക്കുക. അപ്പോൾ നിൻ്റെ പ്രശ്നത്തിലേക്ക് കടന്നു വന്നിട്ട് കർത്താവ് സുഖപ്പെടുത്തും. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആളുകൾ വന്ന് ഓരോ കാര്യം പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഈശോ അവൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു, അവനെ സഹായിക്കുന്നുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു ദൈവത്തെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത്. മുറിവേറ്റവരും വേദനിച്ചവരും ഒക്കെ ഈശോ ആഗ്രഹിച്ചാൽ നമുക്ക് ആഗ്രഹം വേണം. നമുക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഈശോ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? ഈശോ സഹായിക്കും ദൈവം. ആ ദൈവകരങ്ങളിൽ ജീവിതം മുഴുവൻ വിട്ടുകൊടുത്തോണം. പ്രാർത്ഥിക്കുക. ഈ ആരാധന സമയത്ത് സ്വർഗം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു, നമ്മുടെ ബന്ധനങ്ങൾ അഴിക്കുന്നു, നമ്മുടെ കെട്ടുകൾ അഴിക്കുന്നു, നമ്മെ സുഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭയഭക്തിയോടെ കൈകൂപ്പി പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് ആ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയിലേക്ക് കണ്ണും നട്ട് പ്രാർത്ഥിക്കാം. അത്ഭുതവും അടയാളവും സൗഖ്യവും തീർച്ചയായിട്ടും ഈ സമയം തന്നെ നമുക്ക് ലഭിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ എന്റെ പ്രാണനാഥൻ നീ എൻ ദൈവം
നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവുമായി അടിയനിതാ. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഓരോ മകന്റെയും ഓരോ മകളുടെയും കുടുംബത്തിലുള്ള, മനസ്സിലുള്ള, ശരീരത്തിലുള്ള, ജീവിതത്തിലുള്ള എല്ലാ അന്ധകാരവും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവ് യേശുവിന്റെ കുരിശിന്റെ അടയാളത്തിൽ കൽപ്പിക്കുന്നു. ഈ സമയം തന്നെ എല്ലാ മക്കൾക്കും വിടുതൽ സംഭവിക്കട്ടെ. ഒരു കുടുംബത്തിന് സമാധാനത്തിന്റെ ദൈവം പരിശുദ്ധാത്മാവ് കടന്നു വരാൻ അനുഭവം ഉണ്ടാകട്ടെ. മുറിവുകൾ, വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, തകർച്ചകൾ, തടസ്സങ്ങളെല്ലാം ഇപ്പോൾ നീങ്ങിപ്പോട്ടെ. ഈശോയുടെ സ്നേഹം കൊടുക്കട്ടെ. ദൈവത്തിന്റെ മുഴുവനായിട്ടും ഈശോയുടെ കരങ്ങൾ ചേർത്ത് വെക്കണം. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. വീണ്ടും സ്തുതിക്കുന്ന ആരാധന, ആരാധന, ആരാധന. കരങ്ങളുയർത്തി ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. Jesus, we love you. Worship and adore you, Jesus. Hallelujah, ആരാധന, ആരാധന. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. സ്തുതിച്ചുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആശീർവദിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ,